കരിന്തണ്ടനും ചങ്ങലമരവും. സായിബ് തോക്കിനു മുന്നിൽ കരിന്തണ്ടനെ വീഴ്ത്തി. ശല്യമൊഴിഞ്ഞു എന്ന് കരുതി അവർ ആ പുതിയ പാതയിലൂടെ യാത്ര തുടങ്ങി. പക്ഷേ വയനാടൻ ചുരത്തിൽ പിന്നെ നടന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഹൊറർ അധ്യായമായിരുന്നു. ആ വഴിയിലൂടെ പോകുന്ന വണ്ടികൾ കാരണങ്ങളില്ലാതെ കൊക്കയിലേക്ക് മറിഞ്ഞു. രാത്രിയിൽ കോടമഞ്ഞിനിടയിൽ വഴിമുടക്കി നിൽക്കുന്ന കനലരിയുന്ന കണ്ണുകളുള്ള ഒരു കറുത്ത രൂപത്തെ യാത്രക്കാർ കണ്ടു തുടങ്ങി. വഴി കണ്ടുപിടിച്ചവനെ കൊന്നാൽ ആ വഴി ആരെയും കടത്തിവിടില്ല എന്ന വാശിയിലായിരുന്നു കരിന്തണ്ടന്റെ ആത്മാവ്. ഭയന്നുവിറച്ച ബ്രിട്ടീഷുകാർ ഒടുവിലൊരു മന്ത്രവാദിയെ കൊണ്ടുവന്നു. അമാവാസി രാത്രിയിൽ നടന്ന കഠിനമായ പൂജകൾക്കൊടുവിൽ ആ ഉഗ്രരൂപിയായ ആത്മാവിനെ മന്ത്രവാദി ലക്കിടിയിലെ ആ വലിയ മരത്തിലേക്ക് ആവാഹിച്ചു. ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വലിയൊരു ഇരുമ്പ് ചങ്ങല കൊണ്ട് അതിനെ തളച്ചു. ഇന്നും ലക്കിടിയിൽ ആ മിടിയിൽ ആ മരമുണ്ട്. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നോ, വർഷങ്ങൾക്കിപ്പുറം ആ മരം വളരുന്നതിനൊപ്പം അതിൽ ചുറ്റിയ ആ ഇരുമ്പ് ചങ്ങലയും താനേ വളരുന്നുണ്ടെന്നാണ് വിശ്വാസം. ആ ചങ്ങല പൊട്ടിയാൽ കരിന്തണ്ടൻ തിരിച്ചു വരുമോ? ആർക്കറിയാം. ഇനി വയനാട് ചുരം കയറുമ്പോൾ ആ ചങ്ങല മരത്തിലേക്കൊന്ന് നോക്കുക. ചരിത്രം അവിടെ ഉറങ്ങുന്നുണ്ട്. കൂടുതൽ രഹസ്യങ്ങൾക്കായി കൂടെ നിൽക്കുക. സപ്പോർട്ട് ചെയ്യൂ. പണ്ട് പറഞ്ഞു കേട്ട കഥ.